intro is hi guys, welcome back to my channel. Hi. So ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ബിക്കോസ് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഐ ഗോട്ട് ദി ബെസ്റ്റ് വോട്ട് ഇസ് ശരിക്കും അടിപൊളി റെസ്പോൺസ് വന്നു. ടെക്നിക്കലി അല്ല, ബിക്കോസ് അത്ര വ്യൂസ് ഒന്നും കയറിയിട്ടില്ല ഒന്നുമല്ല, ബട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിക്ക് ഐ വുഡ് സേ ലൈക്ക് I didn't expect so many people to actually react to it. ഞാൻ ഇന്ന് കോളേജിൽ ചെന്നപ്പോഴാണെങ്കിൽ they were pretty എൻ്റെ അധികം ആൾക്കാരില്ലായിരുന്നു, പക്ഷെ ഉള്ളവരിൽ മിക്ക ആൾക്കാരും actually mentioned about the channel and the content, and they all supported me. Even ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത് കുറച്ച് മിനിറ്റ്സുകൾക്കപ്പുറം people actually reaching out and telling me stuff. രാവിലെ എണീറ്റപ്പോഴാണെങ്കിൽ പോലും I had friends who gave me like big paragraphs who like അവരെങ്ങനത്തെ കണ്ടന്റാണ് ഇഷ്ടപ്പെടുന്നത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ അയച്ചത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ, സോ താങ്ക്ഫുൾ ഫോർ വെരി താങ്ക്ഫുൾ ഫോർ ഓൾ ദാറ്റ് സപ്പോർട്ട്. പിന്നെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, സംബഡി ആസ്ക്ഡ് മീ ഫോർ എ സ്പെഷ്യൽ ഇൻട്രോ. സോ യാ സോ ബേസിക്കലി ഞാൻ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് തുടങ്ങിയത് ഇസ് വേ പണ്ട്, നോട്ട് കൊറോണ ടൈം ഓർ എനിത്തിങ്, പണ്ട് ലൈക്ക് ഐ തിങ്ക് ഞാൻ 7th-ലോ 8th-ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന ഒരു ആഗ്രഹം വന്നത്. ആ ടൈമിൽ ആണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ ആ സമയത്താണ്. അപ്പം തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഓരോന്ന് ചെയ്യണം, ലൈക്ക് ഹോസ്റ്റ് ചെയ്യണം, സംസാരിക്കണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന. ബട്ട് അന്നൊക്കെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു. ഐ വാസ് വെരി സ്കെയർഡ്, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ഷൈ കുട്ടിയായിരുന്നു. ബട്ട് എൻ്റെ ഇൻസെക്യൂരിറ്റി സാധനങ്ങളൊക്കെ കുറച്ചായിട്ട് ഞാൻ തന്നെ മനസ്സിലാക്കി അതിനൊക്കെ ഒരു സാധനങ്ങൾ കൊണ്ടുവന്ന് ഐ ആക്ച്വലി സ്റ്റാർട്ട് സ്പീക്കിംഗ് അപ്പ് കുറച്ചും കൂടെ. പക്ഷേ ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അതായിരുന്നു ഞാൻ ശരിക്കും തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ദിസ് ഈസ് നോട്ട് എ കോണ്ടൻറ്റ്. അത് തന്നെ എനിക്ക് ആദ്യം പറയാനുണ്ട്. ദിസ് ഈസ് നോട്ട് കോണ്ടൻറ്റ് ക്രിയേഷൻ, ദിസ് ഈസ് ജസ്റ്റ് എ വീഡിയോ ഡയറി, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് മീ ഡൂയിങ് തിങ്സ്, ജസ്റ്റ് ഷോയിങ് യു ഗൈസ് വാട്ട് ഓൾ ഐ എക്സ്പീരിയൻസ് ഡെയിലി, അല്ലെങ്കിൽ എൻ്റെ കണ്ണുകളിലൂടെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ മാക്സിമം ശ്രമിച്ച് അത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കോളേജിൽ നിന്ന് വന്ന് കയറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടയർഡ്നെസ്സാണ്. ഇപ്പം നമ്മൾ നല്ല ലേറ്റായിട്ട് സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫൈനൽ എക്സാമൊക്കെ ആയതുകൊണ്ട് പ്രൊജക്ട്സൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പഠിക്കുന്ന മാസ്റ്റേഴ്സാണ്, ഡിസൈൻ കമ്മ്യൂണിക്കേഷനിലാണ് പഠിക്കുന്നത് മാസ്റ്റേഴ്സ്. ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇറ്റ് ഇസ് ഇൻ ഇൻഫോ പാർക്ക് ഫോർ ദോസ് ഹു ഡസൻറ്റ് നോ. ഞാനൊരു ചെറിയ വ്ളോഗ് എന്തായാലും ജെയിനെ പറ്റി ഇടും. ക്യാമ്പസിനൊക്കെ പറ്റി പറഞ്ഞും കാണിച്ചൊക്കെ ഞാൻ ഇടും. ന്യൂ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ എനിബഡി ഹു സെർച്ച് അപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഡിസൈനിലേക്ക് എങ്ങനെ എത്തി എന്നാണ് ഞാൻ പറയാം. ആദ്യം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എൻ്റെ കരിയർ ഷുഡ് ബി ഇൻ സംതിങ് ദാറ്റ് ആക്ച്വലി പ്രൊവൈഡ്സ് ടു പീപ്പിൾ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആൻഡ് ഓൾസോ ഐ എം എ പേഴ്സൺ വിത്ത് റിയൽ ക്യൂരിയോസിറ്റി. അതെനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണം, എല്ലാം അറിയണം, എല്ലാത്തിനെ പറ്റി ഒരു നോളജ് ഉണ്ടാവണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ എത്തിപ്പെട്ട സ്ഥലമാണ് ഡിസൈൻ. ബാച്ചിലേഴ്സ് ചെയ്തത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ജേർണലിസം എന്ന് പറഞ്ഞൊരു ഡബിൾ മെയിൻ എന്ന് പറയുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് ചെയ്തത്. അതിനകത്ത് ചെയ്തിട്ട് ഐ ഡിഡ് എ സ്മോൾ ഇൻറ്റേൺഷിപ്പ്, വെരി സ്മോൾ ഇൻറ്റേൺഷിപ്പ് ഇൻ വീക്ക് മാഗസിൻ മനോരമ. ജേർണലിസം എന്ന് ചിന്തിച്ചു, പക്ഷെ പിന്നെ ഐ റിയലൈസ്ഡ് നോട്ട് ജസ്റ്റ് ജേർണലിസത്തിൽ നിന്ന് പോകാൻ പാടില്ല. യു വോണ്ട് ടു എക്സ്പീരിയൻസ് മോർ തിങ്സ്, ഫിലിം മേക്കിംഗ്, ആർട്ട്, ഒത്തിരി മേഖലയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നിട്ടാണ് അങ്ങനെ അന്വേഷിച്ച് വന്നാണ് ജെയിനിലെത്തിപ്പെടുന്നത്. നേരത്തെ ബാച്ചിലേഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോകാൻ പറ്റാണ്ട് പിന്നെ മാസ്റ്റേഴ്സിന് ജെയിനിൽ വരുമായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അതാണ് ജെയിനിനെ പറ്റിയുള്ള കഥ. ഞാൻ 3 കാറ്റഗറി സാധനങ്ങളായിരിക്കും മിക്കവാറും ചെയ്യാൻ പോകുന്നത്. ഒന്ന് വിൽ ബി ഇതേപോലെ സംസാരിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോറീസ് ആൻഡ് സ്റ്റഫ്, അതൊക്കെ ആയിരിക്കും. 2 വിൽ ബി വ്ളോഗ്സ്, മിനി വ്ളോഗ്സ്, വെരി മിനി വ്ളോഗ്സ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളായിട്ട്
ആയിട്ട് കാണിച്ചായിരുന്നു. വോയിസ് ഓവർ പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. തേർഡ് വൺ, ഐ വോണ്ട് ടു ആക്ച്വലി പുട്ട് അപ്പ് വീഡിയോസ് ഓൺ ഐ തിങ്ക് എ ലോട്ട്. ഐ എം എ ഗ്രേറ്റ് ഭയങ്കര വലിയ ഓവർ തിങ്കറാണ്. പക്ഷെ ഐ ലേൺ ടു ആക്ച്വലി പുട്ട് മൈ ഓവർ തിങ്കിങ് ഇൻ ടു ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ്. ശരിക്കും ദാറ്റ് മാറ്റേഴ്സ്. ഐ ഡു വോണ്ട് ടു സ്പീക്ക് ടു പീപ്പിൾ. കാര്യം എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആക്ച്വലി ആർ ദർ ഇൻസൈഡ് മൈ ഹെഡ്, ഐഡിയാസ്, തിങ്സ് ദാറ്റ് കംസ് അപ്പ്. പിന്നെ അത് മാത്രമല്ല, ഐ വോണ്ട് ടു ലൈക്ക് ടു നോ നിങ്ങളുടെ അഭിപ്രായം. വാട്ട് കൈൻഡ് ഓഫ് കോണ്ടന്റ് യു ലൈക്ക് ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ്. ഐ ഡോണ്ട് നോ മൈ ഓഡിയൻസ് ഹിയർ. പറയും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെപ്പറ്റി ഉള്ള വീഡിയോസും സാധനങ്ങളൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് എൻ്റേതായ രീതിയിൽ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കമൻറ്റ് ഓൺ ഇറ്റ്, DM me, എനിത്തിങ് ഇസ് ഫൈൻ, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. പിന്നെ എന്നെപ്പറ്റി പറയാനാണെങ്കിൽ എല്ലാം അങ്ങനെ വരി വിളിച്ച് ഈ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. പയ്യെ എല്ലാം പറയാം. അപ്പം എന്നെപ്പറ്റിയുള്ളൊരു ജസ്റ്റ് സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്യൂച്ചറിൽ ഇനിയും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. ടെൽ മീ what is the next video I have to upload, and any suggestion നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും പറയാം. Okay, so stay tuned. Thank you so much for all the support, everybody who watched. Thank you so much, and I hope you guys stay back for all my videos. So also any intro is, hi guys, welcome back to my channel. This was recommended by my cousin sister. She actually, I used to do this fake vlogs on my phone pande, so she used to be part of this vlogs and stuff. ഇന്ന് മിക്കവർക്ക് ഇതിനെപ്പറ്റി അറിയാം. So yeah, this is for her. Thanks Aksa for actually the support, and all the others, my friends, family, everybody who actually appreciated. എനിക്ക് പിന്നെ പറയാനുള്ളത്, ഐ വാസ് സോ എക്സൈറ്റഡ് ബിക്കോസ് ഉള്ളത് പറയാലോ, ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും എന്നോട് വന്നിട്ട് സംസാരിക്കുകയും ചെയ്തു. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇത്ര ആൾക്കാരോട് ആക്ച്വലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. സോ താങ്ക് യു സോ മച്ച്, ആൻഡ് സീ യു ഗൈസ്, ബൈ.